ഋഷി രാവിലെ വാശി പിടിച്ച് നല്ല കരച്ചിലാണ് കേട്ടോ. ചായയുടെ മണമടിച്ച് വന്നതാണ്. വെള്ളം കൊടുത്ത് ഞാൻ പറ്റിക്കാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷെ അത് അവന് മനസ്സിലായി. പലപ്പോഴും വീടുകളിൽ തർക്കത്തിലേക്കും വഴക്കിലേക്കും എത്തുന്ന ഒരു വിഷയമാണ് കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുക്കാമോ കാപ്പി കൊടുക്കാമോ എന്നൊക്കെ ഉള്ളത്. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ചായ കോഫി എന്നിവയൊന്നും കൊടുക്കാൻ പാടില്ല. അതായത് വലിയവർക്ക് തന്നെ ഇത് ദോഷമാണ്. അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയിലോ കോഫിയിലോ ഒക്കെയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അച്ഛനും അമ്മയും ചായ ആസ്വദിച്ച് കുടിക്കുന്നു, അപ്പൊ എനിക്കും വേണം എന്നുള്ളൊരു താല്പര്യം വരും. അത് കാണുമ്പോൾ അവര് വാശി പിടിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വല്പം ചായ വീതം അവർക്ക് കൊടുത്തു തുടങ്ങി. ഈ വളരുന്ന പ്രായത്തിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യം നല്ല ഭക്ഷണവും നല്ല ഉറക്കവുമാണ്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഈ പറയുന്ന ചായയുടെയും കോഫിയുടെയും ഒക്കെ ഉപയോഗത്തിലൂടെ. നമ്മുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളെ അവർ സ്വീകരിക്കുന്നത് ഒരു കപ്പ് ചായ തന്നിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടി ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും ഒരു വലിയ കപ്പ് ചായ. വേണ്ട, നമ്മൾ കുട്ടിക്ക് ചായ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവര് നമ്മുടെ അടുത്ത് പറയുന്നത്, ഓ അതിനൊക്കെ ഇപ്പൊ എന്താണ്, ഞങ്ങളുടെ കുഞ്ഞിന് ചായ മാത്രം മതി, ചായയാണല്ലോ അവൻ ഇഷ്ടം പോലെ കുടിച്ചോളും, വേറെ ഒന്നും കഴിക്കുന്നില്ല, അതെങ്കിലും അങ്ങ് കുടിക്കട്ടെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. വളരെ അഭിമാനത്തോടെ ഇതൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം. അപ്പൊ നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കുക, ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ പറയുന്ന ചായയിലും കാപ്പിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ടാനിനും കഫീനും ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. 14 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് ചായയും കാപ്പിയും ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ പോലും അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ 5 വയസ്സ് വരെയെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ചായയും കാപ്പിയും ഒഴിവാക്കണം. അവരുടെ വളർച്ചയുടെ സമയമാണ്. ഈ സമയത്താണ് നമ്മൾ കൂടുതൽ അവരെ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തുമാത്രം പാടുപെട്ടാണ് ആഹാരമൊക്കെ കഴിപ്പിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ആഹാരത്തിലൂടെയൊക്കെ അവരുടെ ശരീരത്തിൽ എത്തുന്ന അയൺ, ഈ അയണിന്റെ ആഗിരണത്തെ തടയുകയാണ് ഈ കാപ്പിയും ചായയൊക്കെ കുടിക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ അവർക്ക് ഉറക്കക്കുറവുണ്ടാകാം, ക്ഷീണം ഉണ്ടാകാം, അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം, രക്തസമ്മർദ്ദം കൂട്ടാം, ഹൃദയസ്തംഭനം വരെ ഉണ്ടാക്കാമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ ഈ പറയുന്ന ചായയുടെയും കാപ്പിയുടെയും ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്നു. ഈ ചായയും കാപ്പിയും ഒന്നും കുടിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗുണവും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചായയും കാപ്പിയും ഒന്നും കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും മാത്രമേ ചായ ഇടാറുള്ളൂ. ആ സമയത്ത് നമ്മൾ കപ്പിലൊഴിച്ച് കുടിക്കാറില്ല. കാരണം കപ്പ് കാണുമ്പോൾ അവൻ അറിയാം ചായയാണെന്നുള്ളത്. പിന്നെ ഈ പറയുന്ന നിർബന്ധം പിടിക്കും. അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് ചായ കുടിക്കുന്നത്. പക്ഷെ എന്നാലും അവൻ മണം പിടിച്ച് കണ്ടുപിടിക്കും. ഈ ചായയുടെ ആവി പറക്കുകയും അതിന്റെ മണം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ ഓടി വരും. അതുകൊണ്ട് പാത്തും പതുങ്ങിയൊക്കെയാണ് ചായ കുടിക്കാറുള്ളത്. അവര് നിർബന്ധം പിടിക്കുന്ന ടൈമിൽ അവരെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വഴി തിരിച്ചു വിട്ടേക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.